ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജ് ഹരിതാഭമായ ഉന്നത ദർശനങ്ങളുമായി എത്തുന്നു ആസ്പയർ 360 പ്രോഗ്രാമിലൂടെ. തൊഴിലവസരങ്ങൾ, പുതിയ കോഴ്സുകൾ, സാങ്കേതിക മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, എന്റർടൈൻമെന്റ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകളുമായി ആരംഭിക്കുകയായി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ റോബോട്ടിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും. എന്താണ് റോബോട്ടിക്സ്? എങ്ങനെയാണ് റോബോട്ടിക്സ് മേഖലയിലേക്ക് എത്തിച്ചേരുക? നമുക്കറിയാം, റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ റോബോട്ടിൻ്റെ സഹായത്തോടെ ചെയ്യുമ്പോൾ പ്രവൃത്തികൾ വളരെ ലളിതമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ പ്രവൃത്തിഭാരം കുറയ്ക്കാൻ റോബോട്ടുകൾ ഏറെ സഹായകരമാണ്. റോബോട്ടിക്സ് ഏതെല്ലാം മേഖലകളാണ് കീഴടക്കുന്നത്? എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ബിസിനസ്, അഗ്രികൾച്ചർ തുടങ്ങിയ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ തന്നെ റോബോട്ടിക്സിൻ്റെ സഹായത്തോടെ ലളിതമായി ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് റോബോട്ടിക്സ് നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത്. മനുഷ്യനെപ്പോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്, അതുപോലെ മെഡിക്കൽ രംഗത്ത് സർജറികൾ ചെയ്യുന്ന സർജിക്കൽ റോബോട്ട്സ് തുടങ്ങി റോബോട്ട്സിൻ്റെ വിപുലമായ ഉപയോഗം നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. റോബോട്ടിക്സ് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗും ഒരുമിച്ച് പ്രവർത്തിച്ച് മനുഷ്യ പ്രവർത്തനങ്ങൾ ലളിതമാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്ന് റോബോട്ട്സ് വെറും യന്ത്രങ്ങൾ മാത്രമല്ല, മറിച്ച് മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പെരുമാറാനും കഴിയുന്ന സഹയാത്രികർ കൂടെയാണ്. സർജറികൾക്കായി ഉപയോഗിക്കുന്ന സർജിക്കൽ റോബോട്ട്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി റോബോട്ട്സ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാണുന്ന ടീച്ചിങ് റോബോട്ട്സ്, വീട്ടുജോലികളിൽ സഹായിക്കുന്ന ക്ലീനിങ് റോബോട്ട്സ്, ഇവയെല്ലാം റോബോട്ടിക്സിന്റെ വിജയം വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങളാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും നൽകാൻ കഴിയുമെന്നതിനാലും ഒരു സ്ഥാപനത്തിന്റെ വ്യത്യസ്ത റോളുകൾ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടും വ്യവസായത്തിൽ റോബോട്ടിക്സിന്റെ പങ്ക് വളരെ വലുതാണ്. ഇത് മനസ്സിലാക്കി കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ, കോളേജ് തലങ്ങളിൽ റോബോട്ടിക്സ് ട്രെയിനിങ് നൽകി വരികയാണ്. മേക്കർ വില്ലേജ് പോലെയുള്ള സംരംഭങ്ങൾ വഴിയുള്ള സ്റ്റാർട്ടപ്പുകൾ ഈ രംഗത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ഇപ്പോൾ രാജ്യങ്ങളുടെ പൗരത്വം നേടിയ റോബോട്ടുകൾ വരെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. റോബോട്ടിന് ബുദ്ധി ലഭിക്കുന്നത് എങ്ങനെയാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് റോബോട്ടിൽ കൃത്രിമ ബുദ്ധി നിർമ്മിക്കുന്നത്. മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് റോബോട്ട്സ് എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കും. കമ്പ്യൂട്ടർ വിഷൻ വഴി അവ ദൃശ്യങ്ങൾ മനസ്സിലാക്കും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അഥവാ NLP വഴി അവ മനുഷ്യൻ്റെ ലാംഗ്വേജ്, അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കിയെടുക്കും. റോബോട്ടിക്സിൽ മെഷീൻസ്, സെൻസറുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്മാർട്ട് മെഷീൻസ് നിർമ്മിച്ചെടുക്കുന്നു. ഇത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിവിധ മേഖലകളെ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയെ ഒന്നിപ്പിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളിലും യുവാക്കളിലും റോബോട്ടിക്സിനോടുള്ള താല്പര്യം കൂടി വരികയാണ്. ടെക്നോളജിയുടെ ഈ ഒരു വളർച്ച ഭാവിയിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്നതിൽ യാതൊരു സംശയമില്ല. അടുത്ത 10 വർഷത്തിനുള്ളിൽ റോബോട്ട്സ് നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുമെന്ന് പറയാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ റോബോട്ടിക്സ് പഠിച്ച് അതിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നമുക്ക് സ്വയം ഭാവി രൂപപ്പെടുത്താം. റോബോട്ടിക്സ് എന്നത് ഭാവി കാലത്തിൻ്റെ ഭാഷയാണ്. നമ്മളെ സഹായിക്കാൻ മാത്രമല്ല, നമ്മളെക്കാൾ ബുദ്ധിയുള്ള ഐഡിയാസ് കണ്ടെത്താനും ഇന്ന് റോബോട്ടുകൾ ഉപയോഗിക്കുന്നു. റോബോട്ടിക്സ് പഠിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും നാളത്തെ ലോകത്തെ രൂപപ്പെടുത്തുന്ന ഒരു കാരണക്കാരനായി തീരാം. ഇത് മാത്രം ഓർമ്മിക്കുക,
റോബോട്ട്സ് എത്ര ബുദ്ധിമാനായാലും അതിന് മനുഷ്യന്റെ മനസ്സും ബുദ്ധിയുമാണ് ആവശ്യം. അതിനാൽ റോബോട്ടിക്സ് പഠിക്കുക എന്നത് ഭാവിയെ രൂപപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ റോബോട്ടിനെ നിർമ്മിക്കാം എന്ന് നോക്കാം. അതിൻ്റെ കുറേ ഘടകങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെയാണ് മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെ, മീൻസ് അതിൻ്റെ ഡിസൈൻ എങ്ങനെ കൊടുക്കാം, മീൻസ് അതിൻ്റെ ഒരു റഫ് ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. അതിൻ്റെ സെക്കൻഡ് തിങ് ആണ് സെൻസേഴ്സ്. നമ്മൾ ഡെയിലി ലൈഫിൽ കേട്ട് വരുന്നതാണ് സെൻസേഴ്സിനെ കുറിച്ച്. ഒരു കാര്യം നമുക്ക് ടച്ച് ചെയ്ത് അതിനെ ഫീൽ ചെയ്ത് അറിയാൻ പറ്റുന്ന സെൻസേഴ്സിൽ നമ്മൾ ഈ റോബോട്ടിക് ക്രിയേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യങ്ങളാണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ റോബോട്ടുകളുടെ മൊമെൻറ്റ്, അതിൻ്റെ ഓരോ മൊമെൻറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ മൊമെൻറ്റ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാലാമത്തെ ഘടകമാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട് സിസ്റ്റമാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടിവിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മുടെ റോബോട്ടുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കൺട്രോൾ സിസ്റ്റമാണ്. അതിനെ നമ്മൾ റിമോട്ട് സിസ്റ്റം എന്നും കൂടെ പറയാം. ഇനി അഞ്ചാമത്തെ ഘടകമാണ് നമ്മുടെ സോഫ്റ്റ്വെയറും എഐയും. ഇപ്പോഴത്തെ ടെക് കാലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ പൈത്തൺ, ജാവ ഇതുപോലത്തെ ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ റോബോട്ടുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എന്നും കണ്ടുവരുന്ന ChatGPT പോലത്തെ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റോബോട്ടുകളെ നമുക്ക് എന്നെന്നും ഉള്ള ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ റോബോട്ടുകളെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിൽ ആദ്യത്തെയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ്റെ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാറുകൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രി ഓഫ് കാർസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓഫ് വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു മോസ്റ്റ് റോബോട്ടിക്സിനെ നമ്മൾ കണ്ടുവരുന്നത്. രണ്ടാമത്തെയാണ് കമ്പാനിയൻ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പാനിയൻ റോബോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അതുപോലെ നമ്മുടെ കൂടെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകളാണ് ഈ കമ്പാനിയൻ റോബോട്ട്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് നമ്മുടെ സ്മാർട്ട് സിറ്റീസിൽ വരുന്ന റോബോട്ട്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഉള്ള ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ അത് ഒരു റോബോട്ടിക് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയാം. ഇനി നാലാമത്തെ ഘടകമാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസിൽ നമ്മുടെ ദുരന്തങ്ങൾ വരുന്ന സമയം, ഫ്ലഡ് വരുന്ന സമയം അല്ലെങ്കിൽ സുനാമി വരുന്ന സമയം നമുക്ക് എന്തെങ്കിലും അലേർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോബോട്ടുകളാണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം എങ്ങനെയാണ് നമ്മൾ റോബോട്ടുകളെ യൂസ് ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ഈ റോബോട്ടുകളെ യൂസ് ചെയ്തത് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റോബോട്ടുകളെ കുറിച്ചാണ്. അതിലെ ആദ്യത്തെ റോബോട്ടാണ് ഇൻഡസ്ട്രിയൽ റോബോട്ട്. ഇൻഡസ്ട്രിയൽ റോബോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ മേഖലയിൽ എങ്ങനെയൊക്കെ ഒരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാം, മീൻസ് അതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്, മീൻസ് ഒരു കാർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ വെൽഡിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ പെയിൻറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, ഇതിനൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റോബോട്ടുകളാണ് ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റോബോട്ടാണ് ഹ്യൂമനോയിഡ് റോബോട്ട്. നമ്മൾ എന്നും കേൾക്കുന്ന ഒരു റോബോട്ടാണ് ഈ ഹ്യൂമനോയിഡ് റോബോട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റോബോട്ടാണ് സോഫിയ എന്ന് പറയുന്ന റോബോട്ട്. ഈ ഒരു സോഫിയ എന്ന് പറയുന്ന റോബോട്ട് ഈ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു റോബോട്ടായിരുന്നു. ഹ്യൂമനോയിഡിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാനും ഹ്യൂമനോയിഡിൻ്റെ ഇമോഷണൽസ് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോബോട്ടായിരുന്നു ഈ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടായ സോഫിയ എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ മൂന്നാമത്തെ റോബോട്ടാണ് മെഡിക്കൽ റോബോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു മെഡിക്കൽ റോബോട്ട് നമ്മൾ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടും അതുപോലെ സർജറി പർപ്പസസിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് ഡാവിൻസി മെഡിക്കൽ സർജറി റോബോട്ട് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ റോബോട്ടാണ് സർവീസ് റോബോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സർവീസ് റോബോട്ട് നമ്മുടെ വീടുകളിലും അതുപോലെ എയർപോർട്ടുകളിലും നമ്മുടെ ഹോസ്പിറ്റലുകളിലും നമ്മുടെ ഹോട്ടലുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോബോട്ടാണ് ഈ ഒരു സർവീസ് റോബോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടെമി റോബോട്ടിനെ പറയാം. ഇനി അഞ്ചാമത്തെയാണ് സോഫ്റ്റ് റോബോട്ട്. ഈ ഒരു സോഫ്റ്റ് റോബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ മീൻസ് നമ്മുടെ ബയോളജി ഫീൽഡിൽ മെയിനായിട്ടും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഫീൽഡാണ് ഈ സോഫ്റ്റ് റോബോട്ട് എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കലി ഇത് റിസർച്ചിലാണ്. ഇതുവരെ ഇതിൻ്റെ റോബോട്ടിൻ്റെ പ്രൊഡക്ഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ബട്ട് സയൻറ്റിഫിക്കലി ഇതിൻ്റെ റിസർച്ച് പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ ആറാമത്തെ റോബോട്ടാണ് ഡ്രോൺ അല്ലെങ്കിൽ ഏരിയൽ റോബോട്ടുകൾ എന്ന് പറയുന്നത്. ഇത് ഡ്രോൺ റോബോട്ടുകൾ എന്നാണ് മെയിൻലി അറിയപ്പെടുന്നത്. ഡ്രോൺ റോബോട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ ഓരോ മീൻസ് ലാൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്കൈ വഴി നമുക്ക് യൂസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രോൺ അല്ലെങ്കിൽ ഏരിയൽ റോബോട്ടിക് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു റോബോട്ടിക്കാണ് അണ്ടർ വാട്ടർ റോബോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു റോബോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ അണ്ടർ വാട്ടറിൽ നടക്കുന്ന മീൻസ് ഓഷൻ ഗ്രാഫിക് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ സീയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ അനാലിസിസും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അണ്ടർഗ്രൗണ്ട് റോബോട്ടുകളെ യൂസ് ചെയ്തിട്ടാണ്.
സോ ഇത്രയൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്ന റോബോട്ടിയുടെ ക്ലാസിഫിക്കേഷൻ. സോ ഡെയിലി ലൈഫിൽ ഈ റോബോട്ടിക്കിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോ ദിവസം കൂടുന്തോറും ഫ്യൂച്ചറിൻ്റെ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻക്രീസസ് ആണ്. സോ അതുപോലെ ഈ റോബോട്ടിക്സുകളുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര വലുപ്പമാണ്. വിആർക്ക് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് എറണാകുളമായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്റ്റം ലാബ്സ് ആൻഡ് സ്കാൻസ്, ബിസിനസ് ഡെവലപ്മെന്റ് ഓർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ലബോറട്ടറി ടെക്നീഷ്യൻസ്, അക്കൗണ്ടന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് tellus@gmail.com റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. ഇസാഫ് ബാങ്ക്, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ, ഗോൾഡ് ലോൺ ഓഫീസർ, RMHNI, ടെല്ലർ എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് 4 നടക്കുന്ന വോക്കിൻ ഇന്റർവ്യൂ പങ്കെടുത്ത് ജോലി നേടാവുന്നതാണ്. അബ്ബാസോഫ്റ്റ് റിസർച്ച് റെസ്പോൺസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. എക്സലന്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് jobs@abbasoft.in റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. ക്ലബ് മഹീന്ദ്ര HR അസോസിയേറ്റ്, HR ട്രെയിനി, HR ആൻഡ് ഫിനാൻസ് ഇന്റേൺ എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ജോബ് ലൊക്കേഷൻ വരുന്നത് എറണാകുളമായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് hr.arukuji@mahindraholidays.com റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. ജിയോജിത് ഇക്വിറ്റി ഡീലർ, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, ബിസിനസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് റെസ്യൂമെ മെയിൽ ചെയ്യാവുന്നതാണ്. Welcome to St. Anthony's College, Peruvandhanam. Where education meets excellence and dreams turn into reality. Since 2013, we have been a pillar of academic brilliance, recognized under Section 2F of the UGC Act and accredited by NAC. Our commitment is your future. At St. Anthony's, we offer world-class education. Under the visionary leadership of Mr. Benny Thomas, Chairman of St. Anthony's College and founder and CEO of Spago Group of Companies. Guiding our academic excellence is Dr. Anthony Joseph Kallampalli, Principal of St. Anthony's College, a distinguished academician with over 35 years in education. We offer a diverse range of courses tailored to meet industry demands. Step into the world of hospitality with our hotel management program. Gain hands-on experience in culinary arts, hotel operations, front office management, and customer service. We are the only institute offering a 3-month salaried internship with Spago International, which opens up doors to global career opportunities. Unlock a world of possibilities with our BBA in Aviation, preparing you for exciting careers in airline operations, airport management, and logistics. Commerce drives the economy, and at St. Anthony's, we equip you with the skills to succeed in accounting, finance, taxation, and business management. Choose from a variety of specialized courses. BCom with Finance and Taxation, BCom with Accounting, BCom with Airport Management and Air Cargo Management, BCom with Hospital Administration, BCom with Logistics Management, BCom Professional with CMA and ACCA, MCom in Finance and Taxation.
The future is digital. Our BCA with AI and robotics program empowers you with expertise in software development, data analytics, cybersecurity, and artificial intelligence. Fashion isn't just about trends. It's about creativity and innovation. Our fashion designing program provides hands-on training in textile science, garment construction, and trend forecasting, preparing you for a dynamic career in the fashion industry. Cybersecurity is more crucial than ever. Our cyber forensics and ethical hacking program trains students in digital forensics, network security, and cyber law to combat cyber threats. Unravel the mysteries of human mind. Our Psychology with Forensic Psychology program explores clinical psychology, organizational behavior, and mental health research. Our MSW program prepares students to uplift communities, drive social change, and promote social justice. Be the change you wish to see. Our campus is designed for success with a spacious 5-story building, state-of-the-art classrooms, a well-equipped computer lab, a resource-rich library, spacious conference and seminar halls, an auditorium for cultural and academic events, comfortable faculty rooms, and administrative offices. At St. Anthony's College, Peruvantanam, we don't just offer degrees. We shape careers, build leaders, and create success stories. Are you ready to take the next step toward a rewarding future? If you are ambitious, passionate, and ready to embrace a future of opportunities, this is your moment. Don't wait. Secure your place today. Visit our campus, explore our programs, and be part of an institution that prepares you for success. Your journey to success begins here. Join St. Anthony's College, Peruvantanam, and step into a world of limitless opportunities. Admissions open. Apply today.